ഹലോ അസ്സാം വലൈക്കും. ഇന്ന് നമ്മൾ ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു പാന് ചൂടാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് 4 മീഡിയം വലിപ്പത്തിലുള്ള സവാള ഞാൻ ചെറുതായി കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഈ ബിരിയാണിൻ്റെ മസാല നമ്മൾ ഫ്രൈ ചെയ്ത ഉള്ളിയിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഉള്ളിയെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളിയെല്ലാം ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കാഷ്നട്ടും കിസ്മിസും ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തയ്യാറാക്കുക. അപ്പോൾ ദാ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നന്ന പേസ്റ്റായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തേച്ച് വെക്കാം. അപ്പോൾ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി കഴുകി ക്ലീൻ ആക്കി അതിൻ്റെ വെള്ളമൊക്കെ വാർത്തെടുത്തിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആദ്യം 1.5 ടേബിൾ സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കുക. 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു നാരങ്ങയുടെ നീര് കുരുവൊന്നുമില്ലാതെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 3 പച്ചമുളക് ചതച്ചെടുത്തത്, പിന്നെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി അതിന്റെ പകുതി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഹൈദരാബാദി ബിരിയാണി ആയതുകൊണ്ട് തന്നെ ഒരു 3/4 ടീസ്പൂൺ ഷാജീര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഈ ബിരിയാണിക്ക് ഒരു പ്രത്യേക ഫ്ലേവർ തരും. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കൈ വെച്ചിട്ട് ഇതൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഉള്ളി ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് കൈ കൊണ്ടൊന്ന് പൊടിച്ചിക്കാണ്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി എളുപ്പമായിരിക്കും നമുക്ക് ഈ മിക്സ് ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് മിക്സ് ചെയ്യാൻ കഴിയും. പിന്നെ എരിവും തന്നെ നമ്മൾ സാധാ മുളക് പൊടി ചേർക്കുന്നതിന് പകരം നമുക്ക് കാശ്മീർ മുളക് പൊടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഹൈദരാബാദി ബിരിയാണി എന്ന് പറയുന്നത് കുറച്ച് സ്പൈസിയാണ്. അപ്പോൾ എരിവ് നമുക്ക് കൂട്ടോ കുറക്കുകയൊക്കെ ചെയ്യാം. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളതാണ് 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ അധികം പുളി ഇല്ലാത്ത തൈര് ചേർത്ത് കൊടുക്കണം. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് 1 കൈപ്പിടിക്ക് മുഴുവൻ ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ അതിൻ്റെ ഒരു പകുതി നമുക്ക് പുതിനയിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതൊന്നും സ്കിപ്പ് ചെയ്യരുത്. ഇതൊക്കെ ഈ ഒരു ബിരിയാണിന്റെ പ്രത്യേകതയാണ്. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിന്റെ ആ ഓയിൽ കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി നമുക്ക് കൈ വെച്ചൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിക്സിങ്ങിലൊന്നും ഒട്ടും മോശം വരുത്തേണ്ട. നമുക്ക് ഉപ്പും മുളകും ഒക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റും ചെയ്യട്ടോ. അപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു 4 മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ സമയം അല്ലെങ്കിൽ ചുരുങ്ങിയത് ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴാണ് ആ ഉപ്പും മുളകും ഒക്കെ ആ ചിക്കനിൽ പിടിക്കുള്ളൂ. 4 മണിക്കൂറിന് ശേഷം ഇതിൻ്റെ റൈസ് റെഡിയാക്കുക. അപ്പോൾ ഞാൻ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഹൈദരാബാദി ബിരിയാണി നമ്മൾ ബസ്മതി റൈസ് കൊണ്ടാണ് തയ്യാറാക്കുക. അപ്പോൾ അത് നന്നായി കഴുകിയിട്ട് ഒരു 1/2 മണിക്കൂർ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി റൈസ് വേവിക്കാനുള്ള വെള്ളം വെക്കുക. അപ്പോൾ അതിലേക്ക് ഞാൻ ഏലക്ക, പട്ട, ഗ്രാമ്പു, ബേ ലീവ്സ്, പിന്നെ നേരത്തെ നമ്മൾ ചിക്കനിൽ ആഡ് ചെയ്ത ഷാജീര ഇവയെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് കുറച്ച് ഓയിലും ചേർത്ത് കൊടുക്കുക. നമ്മൾ അരിയൊന്നും ഒട്ടി പിടിക്കാതിരിക്കാനാണ്. വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ അരി ഇട്ട സമയം കൊണ്ട് ഞാൻ ഈ ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഹൈദരാബാദി ചിക്കൻ നമ്മൾ സാധാരണ ദം ചെയ്യുമ്പോഴാണ് അത് സാധാരണ ചിക്കനൊക്കെ വേവിക്കുക, സെപ്പറേറ്റ് വേവിക്കലില്ല. അപ്പോൾ എനിക്കെന്തോ ആ ഒരു കംഫർട്ട് തോന്നുന്നില്ല. അത് ചിക്കൻ വെന്തിട്ടില്ലെങ്കിലോ എന്ന് കരുതി നമ്മൾ അരി ഇട്ട ഉടനെ തന്നെ ഞാൻ നമ്മുടെ ഗ്യാസ് ഒന്ന് ചെറുതായി കത്തിച്ചിട്ടുണ്ട്. ചിക്കൻ്റെ അത് സിമ്മിലാക്കിയിട്ടൊക്കെയാണ്. അപ്പോൾ റൈസും തന്നെ ഒരു 60% വെന്താൽ മതി. ബാക്കി നമ്മൾ ഒരു 1/2 മണിക്കൂർ നമ്മൾ ദം ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് ദം ചെയ്യുമ്പോൾ വെന്താൽ മതി. അപ്പോൾ ഒരു 60% മാത്രം വേവിച്ചിട്ട് നമുക്ക് ഈ ചൂടായ ചിക്കനിലേക്ക് നമുക്ക് ആ റൈസ് ഇട്ട് കൊടുക്കാം. പിന്നെ സാധാരണ നമ്മൾ സാധാ ബിരിയാണി വെക്കണ പോലെ തന്നെ മല്ലിച്ചപ്പ്, ഗാർണിഷ് ചെയ്യാനുള്ള മല്ലിച്ചപ്പ്, പുതിന, പിന്നെ ഉള്ളി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി അതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് റോസ് വാട്ടർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റോസ് വാട്ടർ ഇല്ലെങ്കിൽ പാലിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇനി അതേ രീതിയിൽ നമുക്ക് രണ്ടാമത്തെ ലെയറും ചേർത്ത് കൊടുക്കാം. അതും ഇതേ രീതിയിൽ തന്നെ മല്ലിച്ചപ്പും പൊതിനയൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഫ്രൈ ചെയ്ത ഉള്ളി അത് ചേർത്ത് കൊടുക്കുക. പിന്നെ അത് നേരത്തെ മാറ്റി വെച്ച റോസ് വാട്ടറിൻ്റെ മിക്സും അതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലെ ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ നേരത്തെ ഉള്ളി ഫ്രൈ ചെയ്തതിൻ്റെ ആ ഓയിലും കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല മേലെ മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് നന്നായി ഒന്ന് കവർ ചെയ്തിട്ട് ആവിയൊന്നും പുറത്തേക്ക് പോവാത്ത രീതിയിൽ കവർ ചെയ്തിട്ട് ഒരു ഫ്രൈ പാൻ ചൂടാക്കിയിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ ഈ പാന് വെക്കണത്. എന്നിട്ട് ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് ഒരു ഹൈ ഫ്ലെയിമിലിട്ട് ബാക്കി ഒരു 20 മിനിറ്റ് നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുക. നന്നായി കുക്കാവും. നമ്മുടെ ചിക്കൻ ആയാലും റൈസ് ആയാലും ഒക്കെ ഹാഫ് വേവുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ദം ചെയ്താൽ അടിപൊളിയായി വെന്ത് കിട്ടും. ഒരു പേടിയും പേടിക്കണ്ട. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ കൂടെ കുറച്ച് തൈരൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ഉള്ളിൽ നല്ല ജ്യൂസ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. ബൈ.